ആദ്യ കാഴ്ചയിൽ തന്നെ ഏതെങ്കിലും ഒരു നടനോട് ഒരു പ്രണയം തോന്നിയിട്ടുണ്ടോ? ഒരു ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ അഭിനയം കൂടെ അഭിനയിച്ച മാധവൻ. അയ്യോ ചെറുപ്പത്തിലെ കാതൽ സടുകുടുകുടു അങ്ങനെ മാധവനായിരുന്നു എന്റെ റഫ് നോട്ടിലെ കവറിലൊക്കെ അത് ആ പ്രായത്തില്. കാണാൻ പറ്റിയിട്ടുണ്ടോ മാധവനെ? ഞാൻ ഒരിക്കൽ ഒരു ഇവന്റിൽ വെച്ചിട്ട് ഒരു ഫോട്ടോ എടുത്തു. പക്ഷെ അത് റീസെന്റ് ആയിരുന്നു. അല്ലാണ്ട് പിന്നെ മലയാളത്തിലെ ആർട്ടിസ്റ്റുകളൊന്നും മാറും ഒരു രാജമല്ലി ഹീറോ സിനിമയിലൂടെയാണ് നമുക്ക് കുട്ടിക്കാലത്തല്ലേടാ നമുക്ക് ഫസ്റ്റ് പ്രണയം വരിക. ഈ പ്രായത്തിലാണ് ഫസ്റ്റ് പ്രണയം. ഇറങ്ങി പോണേ. എനിക്ക് 2ാം ക്ലാസ്സിലൊക്കെ പ്രണയം വന്നിട്ടുണ്ട്. ഞാൻ അടക്കി അമർത്തിയതാണ്. 2ാം ക്ലാസ്സിലാ? ആരോട്? ചാക്കോച്ചനോടാ? എടാ പ്രണയല്ല, നമ്മളപ്പോ ശാലിനി ആയിരുന്നെങ്കിൽ എന്നൊന്ന് ആഗ്രഹം. ലവ് ആൻഡ് ലവ് ഓൺലി. ഫേക്ക് അക്കൗണ്ട് ഉപയോഗിക്കാറുണ്ട്? ഇല്ലടാ, ഇപ്പൊ ഫേക്ക് അക്കൗണ്ട് ഇല്ല, നിലയുടെ അക്കൗണ്ട് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ ശ്രീനിയാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്. ഞങ്ങൾക്ക് 2 പേർക്ക് അതിന്റെ പാസ്വേഡ് ഉള്ളൂ. അപ്പൊ ഞങ്ങൾ 2 പേരും അതിങ്ങനെ മാറി വരും. അപ്പൊ ഞാൻ ഇടയ്ക്ക് ശ്രീനിന്റെ അതിൽ നിന്ന് മെസ്സേജ് ചെയ്യും, അച്ഛാ എനിക്ക് കുറച്ച് സെർലാക്ക് തരുമെന്ന്. എനിക്ക് സെർലാക്ക് കൊടുക്കാൻ സമയം എവിടെയാ? ഞങ്ങൾക്ക് 2 പേർക്കും ആര് കൊടുക്കും? അപ്പൊ ഞാൻ നിലയുടെ അക്കൗണ്ടിൽ നിന്ന് ശ്രീനിനെ മെസ്സേജ് ചെയ്യും, അച്ഛാ എനിക്ക് കുറച്ച് സെർലാക്ക് പ്ലീസ്. അപ്പൊ ശ്രീനി നീ ആദ്യം പോയി പാമ്പർ മാറ്റി. അങ്ങനെയൊക്കെ ഫണ്ണി ആയിട്ടുള്ള ഓരോ സംഭവങ്ങൾ. ആരുടെയും അക്കൗണ്ട് സ്റ്റോക്ക് ചെയ്യാറൊന്നും ഇപ്പോഴല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണെങ്കിലും തുടങ്ങിയ സമയത്ത്? കാരണം ഈ പേളി എനിക്ക് തോന്നുന്നു ഈ സോഷ്യൽ മീഡിയസൊക്കെ അത്ര ആക്റ്റീവ് ആവുന്ന സമയത്ത് തന്നെ വലിയൊരു നിലയിൽ, ഐ മീൻ സെലിബ്രിറ്റി ലെവലിൽ എത്തിയ ഒരാളാണ് പേളി. ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഫോളോവേഴ്സിന്റെ കാര്യത്തിലാണെങ്കിലും. സോ ഒരു പ്രൈവസി പോകും ആ സമയത്ത്, ഇല്ല? അങ്ങനെ എപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ടോ? എനിക്ക് എന്താ വെച്ചാൽ എനിക്ക് പ്രൈവസി അങ്ങനെ വേണം തോന്നിയിട്ടുള്ള ഒരാളല്ല. അത് അങ്ങനത്തെ ഒരാളായാലേ നമുക്ക് ബിഗ് ബോസിലൊക്കെ പോകാൻ തോന്നും. 24 മണിക്കൂർ ക്യാമറയുടെ മുമ്പിൽ 54 ക്യാമറാസ് ഒക്കെ പറഞ്ഞിട്ടേ അങ്ങനത്തെ ഒരു ഷോയിൽ ഇറങ്ങിത്തിരിക്കണമെങ്കിൽ ഒബ്വിയസ്ലി പ്രൈവസി പോയല്ലോ 100 ദിവസത്തേക്ക്. സ്റ്റാർട്ടിങ്ങിലൊക്കെ അത് എൻജോയ് ചെയ്തായിരുന്നു? 4 ആളത്ത് കാണുമ്പോൾ തിരിച്ചറിയുമ്പോൾ? പിന്നെ അഫ്കോഴ്സ് അവര് തിരിച്ചറിയില്ലെങ്കിൽ ഞാൻ പറയും, ഹലോ ഞാനാ പേടി, നിങ്ങൾക്ക് മനസ്സിലായില്ല, ഫോട്ടോ വേണമെങ്കിൽ ഞാൻ എടുത്തരാം. അങ്ങനെയൊക്കെയായിരുന്നു ഞാൻ. ഐ യൂസ് ടു എൻജോയ് ദാറ്റ്. ഇറ്റ്സ് എ ബ്ലെസ്സിങ്. നോ, ആക്ച്വലി നമ്മൾ ഒരാൾ എനിക്കതൊരു വലിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിലനെ പബ്ലിക്കലി കാണിക്കുന്നത്. ബിക്കോസ് എനിക്കും ശ്രീനിക്കുള്ള ഏറ്റവും വലിയ സ്വത്ത് എന്ന് പറയുന്നത് പോപ്പുലാരിറ്റിയാണ്. മോർ ദൻ കാർ ഓർ മണി ഓർ വീട്, എന്തിനേലും ഞങ്ങൾക്ക് വില മതിക്കുന്ന ഒരു ഏറ്റവും വലിയ സ്വത്ത് എന്ന് പറയുന്നത് പ്രേക്ഷകരാണ്. അപ്പൊ ആ പ്രേക്ഷകരുടെ മടിയിലേക്ക് തന്നെ ഞങ്ങൾ ഞങ്ങളുടെ വാവേനെ വെച്ചു. അവരുടെ അനുഗ്രഹത്തോടെയും പ്രാർത്ഥന, അവരുടെ ഓരോ ചുവട് അവർ കാണണമെന്ന് ഞങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ചതാണ്. മേ ബി അവളുടെ പ്രൈവസി പോകും, പക്ഷെ ഐ തിങ്ക് ഇറ്റ്സ് ഞങ്ങൾ അത്രയും വാല്യൂ ചെയ്യുന്ന കാര്യം അവളും അറിയണം എന്ന് തോന്നുന്നു. പക്ഷെ നിനക്ക് ഇതിനോട് താല്പര്യം ഇല്ലെങ്കിലോ അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ? അങ്ങനെ വരില്ല എന്ന് എനിക്ക് തോന്നുന്നു. വരുവാണെങ്കിൽ വി വിൽ ടോക്ക് ടു ഹർ. ബട്ട് ആസ് ഓഫ് നൗ ഐ തിങ്ക് ഐ നോ ഇറ്റ്സ് എ സ്ട്രഗിൾ ടു ഏൺ ഇറ്റ്. ഭയങ്കര ടഫാണ്.